ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കമല നന്ദിനിയോടായിട്ട് പറയുന്നുണ്ട്, വേദയും വിക്രവും കൂടി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാ പോയത്. അമ്മ പറയുന്നത് ശരിയാണോ? ഞാനെന്തിനാ നിന്നോട് നുണ പറയുന്നത് നന്ദിനി? നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അവര് വരുമ്പോ തന്നെ ചോദിച്ചോ എന്ന് പറയുമ്പോ നമ്മുടെ നന്ദിനി ഒന്ന് സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ. വേദയും വിക്രമും കൂടി ബൈക്കിൽ ഇങ്ങനെ പോകുന്നതായിട്ട്. ഏയ്, അതൊന്നും നടക്കത്തില്ല. എന്ത് നടക്കത്തില്ലാന്ന്? നിന്നെ വിനയൻ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. വിശ്വമാണെങ്കിൽ വീട്ടിനകത്ത് അല്ലാതെ പുറത്തേക്കേ പോകുന്നില്ല. പിന്നെ വിക്രമും വേദയെങ്കിലും പുറത്തു പോയതിൽ ആശ്വസിച്ച് നിൽക്കുക ഞാൻ എന്നങ്ങ് പറയുമ്പോഴേക്കും നമ്മുടെ നന്ദിനി അസൂയ കൊണ്ട് ഇല്ലാണ്ടാവാണേ. എന്നിട്ട് ആ അസൂയം വെച്ച് വിനയന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വിനയനാണെങ്കിൽ സ്ഥലക്കച്ചവടത്തിന്റെ തിരക്കിലാണേ. അപ്പോ നന്ദിനി പോയി അങ്ങ് നുള്ളു കൊടുക്കൂട്ടോ. എന്താ നന്ദിനി, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് സ്നേഹത്തിൽ ചോദിച്ചാ പോരെ? നിങ്ങളല്ലെങ്കിലും എനിക്ക് എന്താ തരാറുള്ളത്? എന്താ ഞാൻ തരാത്തത്? എനിക്കൊരു ബൈക്ക് വേണം. ബൈക്കോ? നിനക്കതിന് ബൈക്ക് ഓടിക്കാനൊക്കെ അറിയോ? എനിക്കല്ല, നിങ്ങൾക്ക്. ഇവിടെ നിൽക്കുമ്പോൾ കീരിയും പാമ്പും പോലെയാ. എന്നാ പുറത്തിറങ്ങിയാലോ? അടയും ചക്കരയും അതിന് വളം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അമ്മയും എന്ന് പറയുമ്പോൾ വിനയൻ എന്താ കാര്യം എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഓ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ എന്നങ്ങ് പറഞ്ഞ് വിനയനെ വാതിലിന്റെ മുകളിലേക്ക് ഒരൊറ്റ ഉന്താണ് കേട്ടോ. എന്താ നന്ദിനി, നിനക്ക് എന്താ വേണ്ടത്? ഞാനിപ്പോ ഒരു ബൈക്ക് വാങ്ങണം, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ എന്തിനാ നന്ദിനി കാശൊക്കെ മുടക്കി ബൈക്ക് വാങ്ങിക്കുന്നത്? നമ്മുടെ വിക്രത്തിന്റെ വണ്ടി ഉണ്ടല്ലോ, ഒരു ദിവസം ഇവിടെ വെക്കാൻ പറ. എനിക്ക് ഡ്രൈവിംഗ് അത്ര വശമില്ലെങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റി അടിക്കാന്നേ എന്ന് പറയുമ്പോഴേക്കും നന്ദിനിക്ക് അങ്ങനെ ചൂടാവാണേ. അല്ലെങ്കിലും വിക്രത്തോടെ അമ്മയ്ക്ക് ഇത്തിരി ഇഷ്ടം കൂടുതൽ. അത് ചെറിയവനായതുകൊണ്ടല്ലേ? അതുകൊണ്ടല്ല വിനയേട്ടാ, അവനോട് ഇത്തിരി താല്പര്യം കൂടിയതുകൊണ്ട് അവന്റെ ഭാര്യയോടും ആ താല്പര്യം കാണും. അല്ലെങ്കിലും അവള് ഞങ്ങളെക്കാൾ മുന്തിയനോ എന്ന് പറയുമ്പോൾ കൂടിയനല്ല, കുറച്ച് നല്ല കുട്ടിയാണെന്ന് പറയട്ടെ വിനയൻ. എന്താ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയല്ല, അവൾക്കാണല്ലോ കുറച്ചുകൂടി വിദ്യാഭ്യാസവും പണമൊക്കെ ഉള്ളത്. ആ, അതാ പറഞ്ഞത്. ആ, അങ്ങനെയുള്ള അവളെ അമ്മ ഇവിടെ പിടിച്ചു നിർത്താനേ നോക്കൂ. വിക്രം ഒരു തല്ലുകൊള്ളി ആയതുകൊണ്ടാ നിങ്ങളൊക്കെ ഇവിടെ ഞെളിഞ്ഞു നിൽക്കുന്നത്. അവനെ എങ്ങാനും നന്നാക്കി പോയാൽ നിങ്ങളും വിശ്വേട്ടനും ഇവിടെ നിന്ന് പുറത്താ, കൂടെ ഞങ്ങളും. ഓ, അങ്ങനെയാണല്ലേ? അല്ല, അവൻ നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ, പക്ഷെ അവള് മുഖാന്തരം ആവരുത് വിനേട്ടാ. ഓ, ഈ ചൂടും കൊണ്ട് ഇപ്പൊ നീ പുറത്തിറങ്ങണ്ട. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് തണുപ്പിക്ക്, കുറച്ച് ഡീപ്പ് ബ്രെത്ത് എടുക്ക്. അപ്പോഴേക്കും വിനേട്ടൻ പോയിട്ട് ഇപ്പൊ വരാം എന്നും പറഞ്ഞ് വിനയൻ അങ്ങ് പോവാണ്. ആ സമയത്ത് വിനയൻ പറയുന്നുണ്ട്, ഇനി ഇവളുടെ അടുത്ത് നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. തുടർന്ന് നമ്മുടെ വേദയും വിക്രവും കൂടി ബീച്ചിലെത്താണ്. അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ച് നടന്നതിന് ശേഷം വേദ പറയും, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? അതെ, ഇവിടെ കോളേജ് പിള്ളേർ വരുന്നതാ. നീ ഇവിടെ ഇരിക്ക്. അത് കണ്ടോ, അവിടെ നല്ല മുളക് ബജ്ജി കിട്ടും. അത് തിന്നാൻ വേണ്ടി മാത്രം ആളുകൾ ഇവിടെ വരാറുണ്ട്. ഞാൻ പോയി മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങ് പോവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ വേദയ്ക്ക് നല്ല സന്തോഷമാവാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാണ്, വിക്രമാദിത്യന്റെ ശൗര്യമൊക്കെ കുറഞ്ഞോ? വരട്ടെ, കുറച്ചുകൂടി നന്നാക്കി എടുക്കാനുണ്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വിക്രമാണെങ്കിലോ, വിക്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്നെ ഞാൻ ശരിയാക്കി തരാടി. നീ പമ്പിൽ വെച്ച് ഷൈൻ ചെയ്തതിന് ഞാൻ നിന്നെ മുളക് ബജ്ജി വെച്ച് തീറ്റിക്കും എന്നും പറഞ്ഞാണ് കേട്ടോ ആ കടയിലേക്ക് പോകുന്നത്. അങ്ങനെ ആ പെട്ടിക്കടയിൽ പോയിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, ആ ചേച്ചി സുഖല്ലേ? ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാവാറില്ലല്ലോ? ഇല്ല മോനെ, ഒരു മുളക് ബജ്ജി എടുക്കട്ടെ? ആ, ഒരെണ്ണം വേണം ചേച്ചി. എനിക്കല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ കാണുന്ന ഒരു മുളക് എടുത്തിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ. ചേച്ചി, ഇതുകൊണ്ടാണ് എനിക്ക് ഉണ്ടാക്കി തരേണ്ടത്. അയ്യോ മോനെ, ഇത് ഉഴുന്നുവടയ്ക്ക് അരിയാൻ വെച്ച മുളകാ. ഇത് കഴിച്ചാ എരിയും കേട്ടോ. എനിക്കത് വെച്ച് ഉണ്ടാക്കി തന്നാ മതി ചേച്ചി, വേഗം വറുത്തെടുത്തോ എന്ന് പറയണേ. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, ഇതൊക്കെ നിസാരമായിട്ടുള്ള ഒരാൾക്കല്ലേ ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്നും ചോദിച്ച് വേദയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദയാണെങ്കിൽ ആ ബബിൾസ് വിടുന്ന സാധനമൊക്കെ ഒരാളെടുത്തുനിന്ന് വാങ്ങിയിട്ട് ബബിൾസ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കാട്ടോ. എന്നിട്ട് പറയും, നീ കുമിളയൊക്കെ ഉണ്ടാക്കി കളിക്ക്, അപ്പോഴേക്കും ഞാൻ അങ്ങ് വരാം എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി മുളക് ബജ്ജി കൊടുക്കുമ്പോൾ വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ വേദ ചോദിക്കും, നല്ല രസമുണ്ടല്ലേ? പിന്നെ നല്ല രസമുണ്ട്, ഇനി നീ ഇത് കഴിക്ക്, ഞാൻ ബബിൾസ് വിടാം എന്ന് പറഞ്ഞ് കുറച്ച് വിട്ടാണ് കേട്ടോ പോയിട്ട് ബബിൾസ് വിടുന്ന വിക്രം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വേദയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണേ. വേദ ആദ്യം കഴിക്കും വലിയ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത് കഴിക്കുമ്പോൾ കുറച്ച് എരിവ് തോന്നുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ കഴിച്ചു നോക്കേ, അപ്പം മനസ്സിലാവും വിക്രത്തിന്റെ പണിയാണെന്നുള്ള കാര്യം. അങ്ങനെ വിക്രത്തിന്റെ പിന്നാലെ അങ്ങ് ഓടുകയാണ് വിക്രം. ആ ബബിൾസുമായിട്ട് മുന്നിൽ ഓടുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ആ പോക്കില് നമ്മുടെ വേദ അങ്ങ് വീഴുകയാണ്.
വിക്രം അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ വേദ വീഴുന്നതായിട്ടായിരിക്കും കേട്ടോ കാണുക. അപ്പോഴേക്കും അതേ സ്പീഡിൽ തന്നെ ഓടി വന്നിട്ട് വേദയെ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. വേദ വേദ എന്നിങ്ങനെ വിളിക്കും. ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടില്ലല്ലോ എന്നിങ്ങനെ വിക്രം പറയുമ്പോൾ വേദ ചോദിക്കും, എന്തിനാ ഓട്ടോറിക്ഷ, ബൈക്ക് പോരെ എടി എന്ന് വിളിക്കാട്ടോ. അപ്പോഴേക്ക് എണീറ്റ് നിന്നിട്ട്, നിങ്ങൾ എനിക്കിട്ട പണിക്ക് ഞാനൊരു പണി തരാതിരുന്ന എങ്ങനെയാ എന്നിട്ട് വാച്ചിൽ നോക്കിയിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ പോകാൻ ഇനിയും സമയമുണ്ട്, നിങ്ങൾ ബൈക്ക് എടുക്ക്. എടി അറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കാം, ഞാൻ ആരാ, നിന്റെ ഡ്രൈവറോ? ആ പോകുന്നവരെ നിങ്ങൾ എൻ്റെ ഡ്രൈവർ തന്നെയാന്ന് പറഞ്ഞിട്ട് ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണേ.